നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ഇന്ന് 69ാമത്തെ ദശകം രാസക്രീഡ പഠിക്കാം. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് ഭഗവാന്റെ കേശാദിപാദ വർണ്ണനവും രാസലീലാ വർണ്ണനവുമാണ്. തലയിൽ മയിൽപീലിയുടെ പ്രകാശത്തോടു കൂടിയതും കാതിൽ ചലിക്കുന്ന കുണ്ടലങ്ങളോടു കൂടിയതും മാലകളും വനമാലയും അണിഞ്ഞതും ചന്ദനം തുടങ്ങിയ കുറിക്കൂട്ടുകളുടെ മണമുള്ളതും മഞ്ഞപ്പട്ടും മുകളിൽ കാഞ്ചിയും കാലിൽ നൂപുരവും അണിഞ്ഞതായ ഭഗവാന്റെ മനോഹര രൂപം ഞാൻ ധ്യാനിക്കുന്നു. ഭഗവാൻ രാസലീലയ്ക്ക് ചേർന്ന വേഷമെടുത്തപ്പോൾ ഗോപവനിതകൾ മാറിൽ റൗക്കയും കാതിൽ രത്നകർണാഭരണങ്ങളും ധരിച്ച് ഭഗവാനെ ചുറ്റി ഒരു വൃത്തം ചമച്ചു. അതിൻ്റെ മധ്യത്തിൽ ഓടക്കുഴലൂതിയും ഈ 2 ഗോപികമാരുടെ മധ്യത്തിൽ ഓരോ കൃഷ്ണനുമായി രാസകേളി നടത്തി. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ മനോഹരമായ രാസക്രീഡയെക്കുറിച്ച് നാരദൻ വർണ്ണിച്ചു കേൾപ്പിച്ചത് മനസ്സിലാക്കിയ ദേവന്മാർ തങ്ങളുടെ സുന്ദരികളായ ഭാര്യമാരും ഒന്നിച്ച് ആയത് വീക്ഷിക്കുവാൻ ആകാശദേശത്ത് വന്നു നിരന്നു. ഭഗവാന്റെ ഓടക്കുഴൽ വിളിയും അതിലുയർന്ന സപ്തസ്വരഭേദവും അതിനനുസരിച്ചുള്ള ഗോപവനിതമാരുടെ പാട്ടും രാഗമനുസരിച്ചുള്ള മനോഹരവും മൃദുവുമായ ചുവടുവയ്പും താളക്കൊഴുപ്പും കൈവളകൾ കിലുക്കവും ചുമലിൽ കൈവയ്ക്കലും അരക്കെട്ടിലെ വസ്ത്രചലനവും ഒക്കെ ചേർന്ന രാസലീല മനസ്സിൽ ധ്യാനിച്ചാലും തെറ്റുകൂടാതെ പാട്ട് ഏറ്റുപാടി സ്വരം ക്രമേണ ഉയർത്തി മനോഹരമായ അംഗവിക്ഷേപണങ്ങളോടുകൂടി നൃത്തം വെച്ചപ്പോൾ ആഭരണങ്ങൾ താഴെ പതിക്കുകയും ദേവാപ്സരസ്സുകൾ അത്ഭുതപ്പെട്ട് കണ്ണുമിഴിച്ചു നിന്നു പോവുകയും ചെയ്തു. അവർ പരമാത്മാവായ ഭഗവാനിൽ ലയിച്ചതുപോലെ ആ ഗോപവനിതകൾക്ക് ആനന്ദമൂർച്ഛ ഉണ്ടായി. മറ്റൊരു സുന്ദരിയായ ഗോപിക നൃത്തം കൊണ്ട് തളർന്ന് ഭഗവാന്റെ ചുമലിൽ ചാഞ്ഞു. വേറൊരു സുന്ദരി ചന്ദനച്ചാറ് പുരട്ടിയ ഭഗവാന്റെ കൈയുടെ സുഗന്ധം ആസ്വദിക്കാൻ എന്ന വ്യാജേന കയ്യിൽ ചുംബിച്ചു. വളരെയധികം പുണ്യം ചെയ്ത ഒരു ഗോപവനിത തൻ്റെ കുണ്ടലം ഇളകത്തക്കവണ്ണം ഭഗവാന്റെ കവിളിൽ തൻ്റെ കവിൾ ചേർത്ത് പിടിച്ചു. ഭഗവാന്റെ വായിലെ താമ്പൂലച്ചാറ് അമൃത് പോലെ ആസ്വദിച്ചു. മറ്റുള്ള ഗോപവനിതകൾ ലക്ഷ്മീദേവിയുടെ ക്രീഡാകാരവും ലോകൈക സുന്ദരവുമായ ഭഗവാന്റെ ശരീരത്തെ നൃത്തസമയത്ത് ആശ്ലേഷിച്ച് സന്തോഷഭാരം കൊണ്ട് ഒരുമാതിരി ഉന്മത്ത അവസ്ഥയെ പ്രാപിച്ചു. ഗോപസ്ത്രീകളുടെ പാട്ടും കൊട്ടും എല്ലാം അവസാനിച്ചു. ഗോപവനിതകൾ രാസലീലയിൽ ബ്രഹ്മാനന്ദം അനുഭവിച്ചു. ഉന്മത്തകളായി തന്നെ താനെ എല്ലാം മറന്ന് നൃത്തം ചവിട്ടി. ഉടുവസ്ത്രമഴിഞ്ഞതും തലമുടി ചിതറിയതും മുലപടം വീണതും ഒന്നും അവർ അറിഞ്ഞില്ല. തെറ്റാതെ ഉദിച്ചസ്തമിക്കുന്ന ജ്യോതിർഗോളങ്ങൾ പോലും അസ്തമിക്കാൻ അമാന്തിച്ചു. ചുംബനാദി ലീലാഭേദങ്ങൾ കൊണ്ട് ഗോപവനിതമാരെ പരവശരാക്കിയിട്ട് അവരെ ലാളിച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷം കാളിന്ദി ജലത്തിലും തണുത്ത വായുകൊണ്ട് മനോഹരവും സുന്ദരവും ആകർഷകവുമായ വനത്തിലും ഭഗവാൻ ഗോപവനിതകളൊന്നിച്ച് ലീല ചെയ്തു. അവിടെയെല്ലാം കാളിന്ദി ജലകണങ്ങൾ വഹിക്കുന്ന വായുവിനാൽ ശീതളവും വൃന്ദാവന പുഷ്പശതത്താൽ സുഗന്ധവാഹികളുമാണ്. ഭഗവാൻ ഗോപികമാരെ ലീലയാൽ വശീകരിച്ച് മോഹിപ്പിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ബ്രഹ്മാനന്ദം ഗോപസ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ നൽകി. ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് പോലും അവരിൽ ബഹുമാനമുണ്ടാക്കി തീർത്തു. അങ്ങനെയുള്ള കരുണാനിധിയായ അവിടുന്ന് എന്നെയും രക്ഷിച്ചാലും എന്ന പ്രാർത്ഥനയോടെ ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 69
രാസക്രീഡ ശ്ലോകം 1. കേശപാശധൃതപിഞ്ചികാവിദതി സഞ്ചലന്മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃതകാഞ്ചികാഞ്ചിതം ഉദഞ്ജതം സുമണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. കേശപാശ ധൃത പിഞ്ചിക വിദതി സഞ്ചലൻ മകര കുണ്ടലം ഹാരജാല വനമാലിക ലളിതം അംഗരാഗ ഘനസൗരഭം പീതചേല ധൃത കാഞ്ചി കാഞ്ചിതം ഉദഞ്ജത് അംശു മണി നൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപം ഈശ കലയാമഹേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഈശ സർവശക്തനായ കൃഷ്ണ. കേശപാശധൃത പിഞ്ചികാവിദതി ഒന്നിച്ചിട്ട് അർത്ഥം നോക്കാം. തലമുടിയിൽ ധരിക്കപ്പെട്ടിരിക്കുന്ന മയിൽപീലി കൊണ്ട് ശോഭ പരന്നതും സഞ്ചലൻ മകരകുണ്ടലം ഇളകുന്ന മകരകുണ്ടലത്തോടു കൂടിയതും ഹാരജാല വനമാലികാലളിതം മാലാസമൂഹം കൊണ്ടും വനമാല കൊണ്ടും ശോഭിക്കുന്നവനും അംഗരാഗ ഘനസൗരഭം ശരീരത്തിൽ പൂശിയിരിക്കുന്ന കുറിക്കൂട്ട് നിറഞ്ഞ സുഗന്ധത്തോടു കൂടിയതും പീതചേല ധൃത കാഞ്ചി കാഞ്ചിതം മഞ്ഞപ്പട്ട് ചുറ്റി അതിനുപരി അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാൺ കൊണ്ട് മനോഹരവും ഉദഞ്ജദംശുമണി നൂപുരം മുകളിലേക്കുയരുന്ന രത്നനൂപുരത്തോടു കൂടിയതും രാസകേളി പരിഭൂഷിതം രാസകേളിക്ക് അലങ്കരിക്കപ്പെട്ടതുമായ തവ അങ്ങയുടെ രൂപം സ്വരൂപത്തെ കലയാമഹേ ഹി ഞാൻ ധ്യാനിക്കുന്നു. ഇതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കേശപാശധൃത ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പിഞ്ചിക പിഞ്ചിക ഞ്ചി എന്നുള്ളത് ഞാ ഛ എന്ന് ചേർത്തിട്ടാണ് നന്നായിട്ട് ഊന്നി പറയണത്. പിഞ്ചിക വിദതി സഞ്ചലൻ മകര കുണ്ടലം സഞ്ചലൻ എന്നുള്ളതിന് ഞ്ച ഞാ ഛ എന്നാണ്. ഹാരജാല വനമാലിക ലളിതം അംഗരാഗ ഘനസൗരഭം അംഗരാഗ ഘന ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സൗരഭം എന്നുള്ളതും ചേർത്ത് ചൊല്ലുമ്പോൾ ഹാരജാല വനമാലിക ലളിതമംഗരാഗ ഘനസൗരഭം അങ്ങനെ വരും. പീതചേല ധൃത ഇവിടെയും ധൃ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. കാഞ്ചി കാഞ്ചിതം ഞാ ച എന്നാണ്. കാഞ്ചി കാഞ്ചിതം എന്നുള്ളതിൻ്റെയും ഞാ ച എന്ന്. ഉദഞ്ജത് ഇവിടെയും ഞാ ച എന്നാണ്. ഉദഞ്ജത് അംശു മണി നൂപുരം ചേർത്ത് ചൊല്ലുമ്പോൾ പീതചേല ധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ജദംശു മണി നൂപുരം. രാസകേളി പരിഭൂഷിതം ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തവ ഹി രൂപം ഈശ കലയാമഹേ ചേർത്തിട്ട് രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. കേശപാശധൃത പിഞ്ചികാവിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗ ഘനസൗരഭം. കേശപാശധൃത പിഞ്ചികാവിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗ ഘനസൗരഭം.
പീതചേലധൃതകാഞ്ചികാഞ്ചിതം ഉദഞ്ജതം സുമണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. താവദേവ കൃതമണ്ഡനേ കലിതകഞ്ജുളീകകുചമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതിമണ്ഡലേऽഥ പരിമണ്ഡലേ അന്തരാ സകലസുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദഥാ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. താവത് ഏവ കൃത മണ്ഡനെ കലിത കഞ്ചുളീക കുജ മണ്ഡലേ ഗണ്ഡലോല മണി കുണ്ഡലേ യുവതി മണ്ഡലേഥ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരീയുഗളം ഇന്ദിരാ രമണ സഞ്ചരൻ മഞ്ജുളാം തദനു രാസകേളിം അയി കഞ്ചനാഭ സമുപാദഥാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. താവത് ഏവ ആ സമയത്തു തന്നെ കലിത കഞ്ചുളീക കുജമണ്ഡലേ കഞ്ചുകം ധരിച്ച കുജങ്ങളോടു കൂടിയതും ഗണ്ഡലോലമണി കുണ്ഡലേ കവിളിൽ മുട്ടി ശോഭിക്കുന്ന രത്നകുണ്ഡലങ്ങളോടു കൂടിയതും കൃതമണ്ഡനെ അലങ്കരിക്കപ്പെട്ടതും പരിമണ്ഡലേ വൃത്തമായി സ്ഥിതി ചെയ്യുന്നതുമായ യുവതി മണ്ഡലേ ഗോപികാ സമൂഹത്തിൽ ഇന്ദിരാരമണ ലക്ഷ്മീ വല്ലഭ കഞ്ചനാഭ താമരക്കണ്ണനായ കൃഷ്ണ സകല സുന്ദരീയുഗളം മുഴുവൻ ഗോപസുന്ദരിമാരുടെയും അന്തരം ഇടയിൽ സഞ്ചരൻ സഞ്ചരിക്കുന്നവനായിട്ട് തദനു പിന്നീട് മഞ്ജുളാം മനോഹരമായ രാസകേളിം രാസലീല സമുപാദഥ അങ്ങ് നടത്തി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. താവത് ഏവ താവദേവ കൃതമണ്ഡനെ ണ്ട എന്നുള്ളത് ണ ഡ എന്നാണ്, ഒട്ടും ഊന്നി പറയരുത്. കലിത കഞ്ചുളീക കഞ്ചുളീക ഞാ ച എന്നാണ് കഞ്ചുളീക. കുജ ച എന്നാണ് ജ എന്നായി പോവരുത്. കുജമണ്ഡലേ ഇവിടെയും ണ ഡ എന്നാണ്. ഗണ്ഡലോലമണികുണ്ഡലേ ഇവിടെയും നാട് എന്നാണ് വരുന്നത്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. യുവതി മണ്ഡലേഥ ഇവിടെ അതേപോലെ നാട് എന്നാണ്, ഒട്ടും മൂന്നണ്ട. യുവതി മണ്ഡലേഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പരിമണ്ഡലേ വീണ്ടും അതേ നാട് എന്നാണ്, പരിമണ്ഡലേ. അന്തരാ സകല സുന്ദരീയുഗളം സകല സുന്ദരി നാദ എന്നാണ്, സുന്ദരി യുഗളം. അവിടെ നമ്മൾ യുഗളം എന്ന് വിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇന്ദിരാരമണ എന്ന് വരും. ചേർത്ത് ചൊല്ലുമ്പം സകല സുന്ദരീയുഗളം ഇന്ദിരാരമണ അങ്ങനെ വരും. സഞ്ചരൻ ഞാച്ച എന്നാണ്, സഞ്ചരൻ. മഞ്ജുളാം ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഞാജ എന്നാണ്. മഞ്ജുളാം തദനു രാസകേളിമയി കഞ്ചനാഭ ഞാജ ഇവിടെ അതേപോലെ കഞ്ചനാഭ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സമുപാദഥ നീട്ടിയിട്ട് വിസർഗം. സമുപാദ എന്നുള്ളത് ദേൽത്തെ, ഥ എന്നുള്ളത് ധനത്തിൻ്റെ, നന്നായിട്ട് ഊന്നി പറയണം. താവദേവ കൃതമണ്ഡനേ കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതി മണ്ഡലേഥ പരിമണ്ഡലേ
അന്തരാ സകല സുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭസമുപാദധാ ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.